നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. അത് ചാരുവാണല്ലോ. ഇവളെന്താ ഇവിടെ? ഇവളുടെ കള്ളക്കളി ഇന്ന് പൊക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ഹലോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് സീഷോർ റിസോർട്ടിലേക്ക് വരണം. എന്താ കാര്യം? എല്ലാരും വലിയ ശീലാവതിയാണെന്നും പറഞ്ഞ് തലേ കയറ്റി വെച്ചിരിക്കുന്ന ചാരുവിന്റെ തനി നിറം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചാരു എന്താ ചെയ്തേ? ചാരു ഇവിടെ ഏതോ ഒരു കാശുകാരന്റെ കൂടെ അടിച്ചു പൊളിക്കുക. ചാരു? ആ, ചാരു തന്നെ. ആരും തിരിച്ചറിയാതിരിക്കാൻ ബുർഖ ധരിച്ച് അവള് നടക്കുന്നത്. നീ പറയുന്നത് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഞാനായിരിക്കും. ചാരു കാരണം ഞാൻ ഒരുപാട് അപമാനിക്കപ്പെടുന്നുണ്ട്. അവളും അതുപോലെ നാണം കണ്ടെന്ന് എനിക്കുണ്ട്. പക്ഷെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും. ചാരുവിനെ കണ്ട തിരിച്ചറിയാനുള്ള ബോധം പോലും എനിക്കില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൾ ആ ചെറുക്കന്റെ കൂടെ മുറിയിലേക്ക് കയറുന്നത് ഞാൻ എന്റെ കണ്ണോട് കണ്ടതാ. തനിക്ക് വിശ്വാസമായില്ലെന്ന് എനിക്കറിയാം. നീ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ അവരെ കയ്യോടെ പൊക്കി വീഡിയോ എടുത്തു വെക്കാം. പിന്നെ പ്രശ്നം കൂടുതൽ വഷളാക്കി വീട്ടിലും നാട്ടിലും പാട്ടാക്കി ബാലമാഷിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സൽപ്പേര് നശിപ്പിക്കുന്ന പണി മാത്രം നീ ഏറ്റെടുത്താ മതി. ചാരുവിന് ഈ നാട്ടില് തല പൊക്കി നടക്കാൻ പറ്റരുത്. ബാലമാഷ് വലിയ അഭിമാനിയല്ലേ? മരുമകൾ ഇങ്ങനൊരു വൃത്തികേട് കാണിച്ചെന്നറിഞ്ഞ അയാള് തന്നെ അവളെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കും. വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യണോ? ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ? ഒന്നും അന്വേഷിക്കാനില്ല. നീ ഞാൻ പറയുന്നത് അങ്ങ് ചെയ്താ മതി. വേഗം വരാൻ നോക്ക്. ഹലോ ഹലോ, യെസ്. ഏയ്, നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്ന? ആരാ നിങ്ങള്? നിന്റെ കൂടെ അകത്തൊരുത്തി ഉണ്ടല്ലോ, അവളോട് ചോദിക്കും ഞാൻ ആരാണെന്ന്. അവള് നല്ല വിസ്തരിച്ച് പറഞ്ഞു തരും. താൻ ആരെ കുറിച്ചായി പറയുന്ന? ഇങ്ങനെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലെന്നറിയില്ലേ? നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിന്റെ കാമുകിയെ വിളിക്കടാ. കാമുകിയോ? ആഹാ, ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? നീ ആ പർദ്ദയൊന്ന് മാറ്റി. നാട്ടുകാരുടെ മുമ്പില് വലിയ പതിവ്രത ചമഞ്ഞു നടക്കുന്ന നിന്റെ ശരിക്കുള്ള കയ്യിലിരിപ്പ് നാട്ടുകാരോടൊന്ന് അറിയട്ടെ. വെറുതെ അനാവശ്യം പറയരുത്. നിനക്കൊക്കെ ഇവിടെ മുറിയെടുത്ത് എന്തനാവശ്യം കാണിക്കാം. ഞാനത് നാട്ടുകാരെ കാണിക്കുന്നതാണ് തെറ്റ് അല്ലേ? നിന്റെ താനിൽ നിറയുന്ന നാട്ടുകാർ മുഴുവൻ അറിയും. ബാലമാഷിന്റെ മരുമോളെ കണ്ടവന്റെ കൂടെ ഹോട്ടൽ മുറിയിൽ നിന്നും പൊക്കിയെന്ന് നാട്ടുകാരറിഞ്ഞ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. മാഷ് മിക്കവാറും ആത്മഹത്യ ചെയ്യും. നിന്റെ തിരുമോന്തെന്ന് കാണിക്കും. നീയായിട്ട് കാണിച്ചില്ലെങ്കിലേ ഞാനത് വലിച്ചൂരും. കാണിക്കടി. എന്തേ കാണിക്കുന്ന? വിടും.
നീ ആരാ? ചാരു എവിടെ? ഞാൻ ചാരുവല്ല, പാറുവ. എന്താ പറു ഞെട്ടി നിൽക്കുന്നേ? ഞാൻ വരുമെന്ന് പ്രിയം പറഞ്ഞില്ലേ? ആ പറഞ്ഞിരുന്നു. വാതിൽ കുറ്റിയിടാതെയാണോ സംസാരിക്കുന്നത്? പ്രിയന്റെ അമ്മ കയറി വന്നാൽ തീർന്നു. സോറി, ഞാനത് ഓർത്തില്ല. അല്ല, പ്രിയനെവിടെ? അവനെ ദർശന അമ്മയുടെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോയി. ഹലോ അമ്മ. ഇപ്പൊ വരാം. അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. ബുർഖ തരാമോ? വാ. നീ ബഹളം വെക്കുന്നതൊക്കെ ഞങ്ങൾ അകത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവള് പലതവണ ഇടപെടാന്ന് പറഞ്ഞതാ. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. നിങ്ങളെന്നെ പറ്റിക്കായിരുന്നല്ലേ? നിന്നോട് മുറിയിലേക്ക് വീഡിയോ എടുത്ത് ഇടിച്ചു കയറി വരാൻ പറഞ്ഞത് ഞങ്ങളാണോ? എന്റെ ബാലമാമനെ നാട്ടുകാരുടെ മുൻപിൽ നാണം കെടുത്തി ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ പ്ലാൻ ചെയ്തത് ഞങ്ങളാണോ? നിന്റെ ദുഷിച്ച മനസ്സ് കാരണം നിനക്കിതെല്ലാം സംഭവിക്കുന്നേ. നീ എന്റെ അച്ഛനെയും കുടുംബത്തെയും തകർക്കുമെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ. അത് പാറുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് കരുതിയാ മതി. എന്നെ തല്ലിയ നിന്നെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ? ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാ. എന്നെ കയ്യേറ്റം ചെയ്തതിന് നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കും. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഞങ്ങളുടെ സമ്മതമില്ലാതെ നീ മുറിയിലേക്ക് ഇടിച്ചു കയറി വന്ന് വീഡിയോ എടുത്തതിന് ഞങ്ങൾക്കും നിനക്കെതിരെ കേസ് കൊടുക്കാം. കുറഞ്ഞത് ഒരു സസ്പെൻഷൻ ഉറപ്പാ. പിന്നെ സദാചാര പോലീസ് കളിച്ചതിന് പിള്ളേര് നിന്നെ ഏറി കയറ്റും. നാണം കെടാൻ വല്ല നേർച്ചയും ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചോ. ഇനി ഈ കാരണം പറഞ്ഞ് നിന്റെയും അരവിന്ദിന്റെയും കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെ കല്യാണം മുടക്കാന്ന് നീ ഒരിക്കലും കരുതണ്ടടാ. നിങ്ങളെല്ലാവരും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? എന്നെ ഇവിടെ നിങ്ങൾക്ക് ദ്രോഹിച്ച് മതിയായില്ലേ? ശ്രേയ, ശ്രേയ നിക്ക്.